ഓണക്കാലം മലയാളികൾക്ക് എന്നും സമ്മാനക്കാലമാണ്. ഇത്തവണത്തെ ഓണത്തിന് KSRTCയുടെ വക ഒരു ഉഗ്രൻ സമ്മാനമുണ്ട്. ഈ കാണുന്ന ബസ്സുകൾ. ഇത് കേരളത്തിൽ നിർമ്മിച്ചതും ഗോവയിൽ നിർമ്മിച്ചതും ടാറ്റയുടെ ബസ്സും ലൈലാൻഡിന്റെ ബസ്സും പ്രകാശിന്റെ ബോഡിയും ACGLന്റെ ബോഡിയും അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞ AC സ്ലീപ്പർ കം സീറ്റർ ബസ്. ഇതുപോലെ തന്നെ സ്ലീപ്പർ ബസ് ഉണ്ട്, സീറ്റർ ബസ് ഉണ്ട്. രണ്ട് ഡെക്കുകളിലായി 36 ബെർത്തുകളുള്ള സ്ലീപ്പർ ബസ്സാണ്. റിക്ലൈനബിൾ സീറ്റുകൾ നൽകുന്ന യാത്രാസുഖത്തിനൊപ്പം വിശാലമായ സീറ്റിങ്ങും AC സീറ്ററിന്റെ പ്രത്യേകതകളിലൊന്നാണ്. യാത്രികർക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഫീച്ചറിൽ തുടങ്ങി 5 ക്യാമറകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളോടെയാണ് ഈ വാഹനം നിരത്തിലേക്ക് ഇറങ്ങുന്നത്. ഇതാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത, ലിങ്ക് ബസ്. ലിങ്ക് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കൊട്ടാരക്കര വരെ പോകാൻ ഒരു ലിങ്ക് ബസ് ഉണ്ടാവും. ആ ബസ് അവിടെ ചെന്ന് ചേരുന്ന സമയത്ത് വേറെ ബസ് വരും. അത് കണക്ട് ചെയ്ത് നമുക്ക് എറണാകുളത്തേക്ക് പോകാം. അങ്ങനെ ലിങ്ക് ബസ്സുകൾ തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി കാലമായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഇതും പ്രകാശിന്റെ ബോഡി തന്നെയാണ്. ലൈലാൻഡിന്റെ വണ്ടി പ്രകാശിന്റെ ബോഡി ചെയ്തിരിക്കുന്നത്. നോൺ AC ബസ്സാണ്. 2 നിരകളിലായി 38 സീറ്റുകൾ നൽകിയിട്ടുള്ള വാഹനത്തിലും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും മൊബൈൽ ചാർജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ചകൾക്കൊക്കെ വഴിവെച്ച ഡിസൈൻ. KSRTCക്ക് പരിചിതമല്ലാത്ത രൂപത്തിൽ എത്തിയിരിക്കുന്ന ഈ വാഹനം ഗോവയിലെ ഓട്ടോമൊബൈൽ കോർപ്പറേഷനിൽ നിർമ്മിച്ചവയാണ്. ടാറ്റയുടെ ശാസിയിൽ ACGL നിർമ്മിച്ചിരിക്കുന്ന സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് പാസഞ്ചറും ആനവണ്ടിയുടെ പ്രൗഢി അല്പം പോലും കുറയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് കരുതാം.